ലൊക്കേഷനിൽ എന്നെ ഭയങ്കരമായിട്ട് പലരും ടോർച്ചർ ചെയ്തായിരുന്നു. എന്നെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകി സാറിനെ വിളിച്ചു, സാറേ ഇതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഷൂട്ട് തീർന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം ഞാൻ ഈ ഡയറക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ ഞാൻ എന്ത് തെറ്റാണ് അങ്ങയോട് ചെയ്തത്? ഒരു ഡയലോഗ് പോലും അങ്ങ് എനിക്ക് തന്നില്ല. എനിക്ക് കുഴപ്പമില്ല, അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എന്നെ ഒരുപാട് പലരും ലൊക്കേഷനിൽ എന്നെ ഇൻസൾട്ട് ചെയ്യും. എന്താണ് സാർ കാര്യമെന്ന് ചോദിച്ചു. അത് നിങ്ങളെ എനിക്കിഷ്ടമല്ല, എൻ്റെ ക്യാരക്ടർ നിങ്ങളല്ലായിരുന്നു എന്ന് പറഞ്ഞു. ബോംബെ എന്നൊരു മോഡലായിരുന്നു, നിങ്ങളെപ്പോലുള്ള ഒരാളല്ല തേജ എന്ന് പറയുന്ന ബൈക്ക് റേസർ. അദ്ദേഹം പറഞ്ഞ 100% ശരിയാണ്. കാരണം ഒരു വലിയൊരു മസ്കുലറായിട്ടുള്ള ഒരാളായിരിക്കണം ആ ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നത്. എന്നെപ്പോലെ ഒരാൾ ചെയ്താൽ ഞാനത് മിസ്കാസ്റ്റാണ്, അതെനിക്കും അറിയാം. അതിൻ്റെ ദേഷ്യമാണ് അദ്ദേഹം ആ ലൊക്കേഷൻ മുഴുവൻ കാണിച്ചത്. ശരിക്കും അത് മമ്മൂട്ടി സാറ് എന്നെയുള്ള വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തത് സ്ട്രോങ് ആയിട്ട്. മമ്മൂട്ടി സാർ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഇതിന് തന്നെ മാറ്റാനും പറ്റിയില്ല. ഇതെന്നെ വല്ലാതെ മമ്മൂട്ടി സാറിനോട് അടുപ്പിച്ചൊരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ആരോ ആണെന്നൊരു തോന്നലാണ്. ഇപ്പോൾ ലോകി സാറ് മരിച്ച അന്ന് ഞാനൊരു റൈറ്റപ്പ്, എനിക്കെപ്പോഴും എഴുതുന്ന സ്വഭാവമുണ്ട്, റൈറ്റപ്പ് എഴുതി ഞാൻ മമ്മൂട്ടി സാറിൻ്റെ മെയിലാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ അടുത്ത ആഴ്ച ചിത്രഭൂമി വന്ന ആ ഒരു വന്നത് എൻ്റെ റൈറ്റപ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അദ്ദേഹം എന്തിനാണ് അയച്ചു കൊടുത്തത്? കാരണം അതിനകത്ത് അദ്ദേഹത്തിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഒരു ടാലൻറ്റിനെ കണ്ടാൽ അദ്ദേഹം തിരിച്ചറിയാനും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു വ്യക്തിത്വമാണ്, എന്താ പറയുക, ഒരു പ്യൂരിഫൈഡ് സോളാണ് മമ്മൂട്ടി സാറ്. അതുകൊണ്ടാണ് ആ നാഷണൽ അവാർഡിൻ്റെ ഒരു ജൂറിയായിട്ട് ഞാൻ ചെന്ന സമയത്തും ആ ലിസ്റ്റിൽ ആദ്യം നോക്കിയത് നൻപകൽ നേരത്തെ മയക്കം ഉണ്ടോ എന്നാണ്. അവിടെ പത്മകുമാറത്തെ വ്യക്തി, അദ്ദേഹത്തുള്ള ആരാധന, എനിക്കിത് പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ നോക്കിയതാണ്. അത് കാണാത്തപ്പോൾ ഞാൻ വല്ലാതെ പിടഞ്ഞു പോയി എൻ്റെ മനസ്സ്. അതാണ് ആ വലിയ വിവാദമൊക്കെ ആ സമയത്ത്. അതുകൊണ്ട് മമ്മൂട്ടി എപ്പോഴും മമ്മൂട്ടി സാർ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അസുഖം ഉണ്ടെന്ന് പറയുന്ന സമയത്തും ഞാൻ വല്ലാതെ വേദനിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം എന്നോട് സംസാരിക്കുകയും ജാനകി വിഷയത്തിൽ എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തതാണ് അദ്ദേഹം. അതൊരു കലാകാരനപ്പുറത്ത് ഒരു പ്രശസ്തരായ ഒരു വ്യക്തിക്ക് അപ്പുറത്ത് ഒരു മനുഷ്യൻ്റെ മനസ്സാണല്ലേ. അത് മറ്റൊരാളും ഞാൻ കണ്ടിട്ടില്ല. ഈ അടുത്തിടെ ഞാനും മോനും മറ്റൊരു സൂപ്പർ സ്റ്റാറിനെ കാണാനായിട്ട് ചെന്നപ്പോൾ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും അദ്ദേഹം എന്നോട് നടിച്ചില്ല, മോനോട് നടിച്ചില്ല. ആ നടൻ്റെ പുറകിൽ പോയിരുന്ന എൻ്റെ മോന് ഫോട്ടോ എടുത്തപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അച്ഛാ മലയാള സിനിമയിൽ ഇത്രയും കാലം അച്ഛൻ നിന്നിട്ടും അദ്ദേഹത്തിന് അച്ഛനെ അറിയില്ലല്ലോ അച്ഛാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ് മോനെ, അച്ഛൻ ഇനിയും നടക്കാൻ ഏറെയുണ്ട്, നമുക്ക് നോക്കാം, എന്നുവെച്ചെങ്കിലും നമുക്ക് അടുത്തിരുന്ന് ഫോട്ടോ എടുക്കാം. ലോകി സാറിന് വേണ്ട വിധത്തിൽ ഇപ്പോഴും മലയാള സിനിമ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡെത്ത് ആനിവേഴ്സറിയുടെ സമയത്ത് വരുന്ന ഒരു സ്പെഷ്യൽ പരിപാടിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അല്ലാതെ അദ്ദേഹം കാലത്തിന് മുന്നേ സഞ്ചരിച്ച പല സിനിമകളെ പറ്റിയിട്ടും ആ കാലഘട്ടത്ത് അദ്ദേഹം ജീവനോടിരുന്ന കാലഘട്ടത്ത് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണനയും സ്നേഹവും ലഭിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പരിഭവം ഉണ്ടായിരുന്നു. ഞാൻ ലോകി സാറോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹം അവസാനം ചെയ്ത ഇൻ്റർവ്യൂ എൻ്റെ ആയിരുന്നു, ലക്കടി വെച്ചിട്ട്. അപ്പം മാർക്കറ്റ് ചെയ്യപ്പെടാതെ പോയ ഒരു സംവിധായകനാണ് അദ്ദേഹം. ഇപ്പം നമ്മൾ പല സ്റ്റാറുകളെ എടുക്കുകയാണെങ്കിൽ അവരുടെ പുറകിൽ ഒരു ബിസിനസ് മാൻ കാണും. ലോകി സാർ അതില്ലായിരുന്നു. ഇപ്പം വിഷ്ണു അദ്ദേഹത്തിന് മുമ്പ് ചില വിഷ്ണുവിൻ്റെ സങ്കടങ്ങൾ കേൾക്കാനും വിഷ്ണുവിൻ്റെ ഒപ്പം ഇരിക്കാനും വിഷ്ണുവിൻ്റെ സമയം ചെലവഴിക്കാനും മനസ്സ് പങ്കുവയ്ക്കാനും ഒക്കെ ലോഹിതദാസ് ഉണ്ടാവും. അതുകൊണ്ട് ഓരോ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും നാട്ടിൻപുറത്ത് നിന്ന് പെറുക്കിയെടുത്തതാണ്. ഇപ്പം മലയാള സിനിമയിൽ പല പ്രശസ്തരായ ചലച്ചിത്രകാരന്മാർ നിലനിന്നത് തന്നെ ലോഹിതദാസ് സാറിൻ്റെ ആ ഒരു അനുഭവ തലത്തിലാണ്. അദ്ദേഹത്തിന് മാർക്കറ്റ് ചെയ്യാൻ കഴിയാതെ പോയതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപക്ഷെ എന്നെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ വായിക്കപ്പെടാൻ പോകുന്നതെന്ന്. ഇപ്പോൾ തനിയാവർത്ത് എന്നൊരു സിനിമ ഇന്റർനാഷണൽ സിനിമയാണ്. അത് ഇന്ത്യക്ക് വെളിയിലേക്ക് ലോകത്തിന്റെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും ആ തിരക്കഥ എടുത്ത് അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സിനിമ ചെയ്യുകയാണ്. അത് ഔട്ട്സ്റ്റാൻഡിങ് സിനിമയാകും. ഓരോന്ന് എടുത്തു നോക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹിസൈനസ് അബ്ദുള്ള എന്നൊരു സിനിമയിൽ അദ്ദേഹത്തിനെതിരെ കേസ് കോട്ടയം കോടതിയിൽ ഒരാൾ കൊടുത്തിരുന്നു, സിനിമ മോഷ്ടിച്ചതാണെന്ന് പോലും ലോഹിതദാസ് സാറിന്. അപ്പോൾ കോടതിയെ വിസ്തരിച്ച സമയത്ത് അവർ ചോദിച്ചു, താങ്കൾ ഈ സിനിമ മോഷ്ടിച്ചതാണോ എന്ന്. അതെ, ഞാൻ മോഷ്ടിച്ചതാണ്. അതായത് പക്ഷെ ഞാൻ മോഷ്ടിച്ചത് ഇദ്ദേഹത്തിൽ നിന്നല്ല, ശിവപുരാണത്തിൽ നിന്ന് മോഷ്ടിച്ചതാണ്. കൊടും വെയിലിൽ എല്ലാ ജീവജാലങ്ങളും മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാമ്പും തവളയും മാത്രം അവശേഷിച്ചു. നെടുമുടി സാറും മോഹൻലാലിൻ്റെ കഥാപാത്രം. എല്ലാവരും പോകുമ്പോൾ ഒരു പാമ്പ് വിചാരിച്ചു ഞാൻ ഇത്തിരി എഴഞ്ഞ് തവളയുടെ മേളിൽ ചെന്നൊരു കുട പോലെ നിന്നാൽ അതിൻ്റെ ജീവൻ രക്ഷിക്കാം. തവള വിചാരിച്ചു ഞാനൊന്ന് ചാടി പാമ്പിൻ്റെ മുമ്പിൽ ചെല്ലാമെങ്കിൽ അതിന് ആഹാരമാകും. അതാണ് ഹിസൈനസ് അബ്ദുള്ള അല്ലേ. അത് മോഷ്ടിച്ചതാണ് അദ്ദേഹം. പക്ഷെ അപ്പം ഇത്രമാത്രം കലയിൽ ശ്രദ്ധിച്ചിരുന്ന, എഴുത്തിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു മനുഷ്യന് സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിയാതെ പോയതാണ് ലോകി സാറിനെ ഇന്നത്തെ തലമുറ മറന്നു തുടങ്ങിയത്. മാർക്കറ്റിംഗ് ഇല്ലാതെ പോയൊരു ചലച്ചിത്രകാരനായിരുന്നു ലോകി സാർ. പിന്നെ എനിക്കറിയില്ല എങ്കിലും അദ്ദേഹം സിനിമ ചെയ്യരുതെന്ന് എനിക്ക് പലരും കരുതിയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എഴുത്തിൽ നിന്നും പെട്ടെന്നൊരു സംവിധായകനായ സമയത്ത് അത് പലരെയും അലോസരപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അദ്ദേഹം ഏറ്റവും അവസാനമായിട്ട് വലിയ രീതിയിൽ വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന 2-3 പ്രൊജക്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭീഷ്മർ എന്നൊക്കെ പറഞ്ഞ പേരിൽ ആ പ്രൊജക്ടുകളെ പറ്റിയിട്ടൊക്കെ എത്രമാത്രം അറിവുണ്ടായിരുന്നു? കുട്ടിസ്രാങ്കിന്റെ ലൊക്കേഷനിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഏത് ലൊക്കേഷൻ ഞാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വണങ്ങിയിട്ടായിരുന്നു ഞാൻ പോകുന്നത്. ഈ കാല് തൊട്ട് വണങ്ങൽ എൻ്റെ ഒരു ശീലമാണ്, എൻ്റെ അച്ഛൻ പഠിപ്പിച്ച, എൻ്റെ മക്കളും ഇപ്പോൾ എൻ്റെ അടുത്ത് ചെയ്യാറുണ്ട്. എന്തുവരെ അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് അദ്ദേഹം കുട്ടനല്ലൂരെ 3ാമത്തെ ഗേറ്റിന്റെ ഒരു അങ്ങേയറ്റത്തെ മുറിയിലിരുന്ന് എഴുത്ത് കുറെ കാലമായിട്ട് അദ്ദേഹം അത് എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ പേപ്പറിന്റെ മുകളിൽ 2-3 വരികളല്ലാതെ അദ്ദേഹം സിനിമ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പൊ എല്ലാവർക്കും വരാറുണ്ട് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം. അത് പല ഘടകങ്ങളാണ്. അപ്പൊ വിഷ്ണു ഒരു പുസ്തകം എഴുതാനിരിക്കുമ്പം ഒരു ധ്യാനാത്മകമായ ഒരു അവസ്ഥയിലിരുന്ന് അത് നമ്മളിലേക്ക് ഒഴുകിയെത്തുകയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പം കുടുംബ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷ്ണുവിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബ്ലോക്ക് ആയി പോകും. അങ്ങനെ പല കാര്യങ്ങളും ലോഹിസാറിനെ ബാധിച്ചിരിക്കും. പക്ഷേ ലോഹിസാറിന് പിന്നീട് അതൊരു വ്യക്തമായിട്ട് തിരക്കഥ എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കുറച്ചടുത്ത് നിന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ എന്നെക്കാട്ടും അടുത്തുള്ള ഒരുപാട് പേരുണ്ട്. എന്താണ് പക്ഷേ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ റൈറ്റേഴ്സ് ബ്ലോക്ക്, ഒരു എഴുത്ത് തൽക്കാലം ഒന്ന് ബ്ലോക്കായി പോയിരുന്നു. അതിനർത്ഥം നിന്നുപോയെന്നല്ല, പക്ഷെ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമിക്കുകയും പെട്ടെന്ന് അസുഖം വരികയും ഒക്കെ ചെയ്ത് അദ്ദേഹം പിന്നെ എനിക്കൊന്നു തിരിച്ചു വന്നില്ല, പിന്നെ മടങ്ങി പോവുകയായിരുന്നു. നേരത്തെ മമ്മൂട്ടി സാറിന്റെ ചോദ്യത്തിൽ നിന്ന് വിട്ടുപോയൊരു ചോദ്യമുണ്ട്. ഇപ്പോഴും എഴുതുമ്പോൾ അദ്ദേഹത്തിന് പറ്റുന്നൊന്ന് അങ്ങനെ എഴുതി അദ്ദേഹത്തെ സമീപിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? മമ്മൂട്ടി സാറിനെയോ? എനിക്ക് അതിന് മുമ്പ് എന്നെ ഡിമോറലൈസ് ചെയ്ത് കളഞ്ഞ ഒരു സംഭവം, ഞാൻ മോഹൻലാലിന് വേണ്ടി, ലാൽ സാറിന് വേണ്ടി ഒരു തിരക്കഥ എഴുതിയിരുന്നു. അത് ഒരുപാട് കാലത്തിന് കുത്തിയിരുന്ന് എഴുതിയ ഒരു തിരക്കഥയാണ്. അന്ന് അദ്ദേഹത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ ഞാൻ കണ്ട് ഒരു കോഫി ഹൗസിൽ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു അവാർഡ് കിട്ടിയ, ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടിയ ഒരു സംവിധായകനെ ഒരിക്കലും മോഹൻലാലിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. കൊമേഴ്സ്യൽ സിനിമ ചെയ്ത് കാണിച്ച് പ്രൂവ് ചെയ്ത് കാണിക്കും, എങ്കിൽ പിന്നെ അദ്ദേഹം അത് കേൾക്കുമെന്ന് പറഞ്ഞു. അതെന്നോട് പറഞ്ഞു. പക്ഷേ ശരി, പുതിയ ആൾക്കാർക്ക് അത് ഡേറ്റ് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മമ്മൂട്ടി സാറിനോട് നേരിട്ട് സംസാരിക്കാൻ പേടിയുണ്ട്. എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുമെന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ പറ്റിയിട്ടില്ല. എനിക്കത് പറ്റിയിട്ടില്ല. മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള അത് ധൈര്യമില്ലാത്തതായിരിക്കും. കാരണം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരുപാട് ഉയരങ്ങളിലാണ് അദ്ദേഹം നിൽക്കുന്നത്, ഒരുപാട് ഉയരങ്ങളിൽ. ഭാര്യയോട് രണ്ടാമത് പ്രണയം എപ്പോഴാണ് തിരിച്ചറിയുന്നത്? ഭാര്യയോട് പ്രണയം ഇല്ലല്ലോ എപ്പോഴും. ആര് പറഞ്ഞിട്ടുണ്ടെന്ന്? ഞാനത് പരസ്യമായിട്ട് ഭാര്യയുടെ മുഖത്തൊക്കെ പറയാറുണ്ട്. ഈ മക്കളാകുന്നതിന് മുമ്പാണ് ഞാനും ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഡൈവോഴ്സ് ആയി പോയേനെ. കാരണം എനിക്കറിയാം എൻ്റെ കുട്ടിക്കാലം എത്രമാത്രം ഡിപ്രൈവഡ് ആയതിൻ്റെ ഫലം ഞാൻ ഒരുപാട് എൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ പോലും കുറേ കാലത്തേക്ക് മാറിപ്പോയിരുന്നു. അങ്ങനെ ഞാൻ ബയോളജിക്കലി ഒന്നും ഒരിക്കലും, ഞാൻ ശരിക്കും പ്യൂറായിട്ടുള്ള മനുഷ്യയാണ്. പക്ഷേ ഈ കുട്ടിക്കാലം, ഈ ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയുന്നത് വളരെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. അതിനെ ഒരു പളുങ്കുപാത്രത്തെ കൊണ്ട് നടക്കുന്നവർ നടക്കണം. അങ്ങനെ കൊണ്ട് നടന്ന് എനിക്കറിയാം, നമുക്കൊരു കുട്ടി ആയിക്കഴിഞ്ഞാൽ, കുട്ടി ആകുന്നതിന് മുമ്പ് വേണം നിങ്ങൾക്ക് ഡൈവോഴ്സ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റൊരാളെ പുറകെ പോവുകയോ ചെയ്യാം. പക്ഷെ ഒരു കുട്ടികളായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നമ്മളിലാണ്. അവർ ബ്ലാങ്ക് ബുക്കാണ്. ഒരു അച്ഛനും അമ്മ എങ്ങനെയാണ്, സമൂഹം എങ്ങനെയാണ് അവരെ നാളെ വലിച്ചു ചേർക്കുന്നത്, ഈ അവരെ വളർത്തുന്ന രീതിയാണ്. അപ്പം അന്ന് ഞാൻ വിചാരിച്ചു, ഞാനും ഭാര്യയും കൂടെ പറഞ്ഞു, എൻ്റെ ഒരു ടേസ്റ്റ് മറ്റൊന്നാണ്, നിങ്ങളുടെ ടേസ്റ്റ് മറ്റൊന്നാണ്. പക്ഷെ നമ്മൾ ഒരു ടേസ്റ്റ് പോയാൽ ഇവർക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഒന്നായി, കുടുംബം ഇതായി. പക്ഷെ പിന്നീട് ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ മാനസികമായിട്ട് വലിയ ഐക്യത്തിലൊന്നുമല്ല. പക്ഷേ വീട്ടിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പ്രണയം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, എത്ര ദാമ്പത്യത്തിൽ പ്രണയമുണ്ട് വിഷ്ണു? അല്ലേ? ഏതെങ്കിലും ഉണ്ടായിരിക്കും, ഇല്ലെന്ന്. പക്ഷേ ദാമ്പത്യമല്ല ഒരു ഏറ്റവും വലിയ ടോക്സിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഫാമിലിയാണ്. ടോക്സിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാമിലിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഡ്രാമ സ്റ്റേജ് പോലെ എല്ലാവരും നന്നായിട്ട് അഭിനയിക്കും. മേശപ്പുറത്തിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര അഭിനയിക്കും. പ്രാഞ്ചിയേട്ടനെ കാണിക്കുന്നത് പോലെ ഭാര്യ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം കിടപ്പറ പങ്കിടുന്ന ഒരു ഭാര്യയും ഭർത്താവിൻ്റെ മനസ്സിൽ ഒരുപാട് കാലം കഴിയുമ്പോൾ കൂടെ കിടക്കുന്നത് സുസ്മിത സെന്നും ഐശ്വര്യയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ. അത് ലോകത്തിന്റെ റൂളാണ്. പ്രത്യേകിച്ച് നമ്മളെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഈ പുരുഷന്മാരെ പുതിയത് തേടി പോവുകയും, ഇപ്പം ലൈഫ് പാർട്ണർ നമ്മൾ ഡയലോഗ് പറയുന്നുണ്ട്, ഒരു പുരുഷൻ നോക്കുന്നത് നല്ല മാറിടം, നല്ല അരക്കെട്ട്, സുന്ദര വടിവൊത്ത മുഖമെന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു സ്ത്രീ നോക്കുന്നത് തൻ്റെ കുട്ടികളെ വളർത്താൻ കരുത്തുള്ള ഒരു പുരുഷനാണ്. അത് പല സ്ത്രീകളും മസ്കുലറായിട്ടുള്ള, അത് പ്രകൃതി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. കുറെ കഴിയുമ്പോഴത്തേക്ക് പുരുഷന്മാരെന്ത് ചെയ്തും അടുത്തതിലേക്ക് ചാടിപ്പോയി അടുത്തതിലേക്ക് ചാടിപ്പോയോണ്ടാണ് സമൂഹം ഒരു സിസ്റ്റം ഉണ്ടാക്കി.